34 ഏക്കറിൽ ഉൾപ്പെടുന്ന പ്രദേശം, 10,000-ഓളം കെട്ടിടങ്ങൾ. യുഎസിനെ നടുക്കിയ കാട്ടുതീ തിന്നൊടുക്കിയത് ഹോളിവുഡ് സ്റ്റാർ അടക്കം പ്രമുഖരുടെ ആഡംബര കെട്ടിടങ്ങൾ. വെൽക്കം ടു ശ്രീനിക് വ്ലോഗ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ കാട്ടുതീയാണ് ലോസ് ഏഞ്ചലസിൽ നേരിടുന്നത്. ലോസ് ഏഞ്ചലസിലും സമീപ കൗണ്ടികളിലുമായി ആണ് തീ പടരുന്നത്. ഇതിൽ ഹോളിവുഡ് ഹിൽസ് ഉൾപ്പെടെ 3 ഇടങ്ങളിൽ തീ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഹോളിവുഡ് താരം പാരീസ് ഹിൽട്ടൻ്റെയും ആഡം ബ്രാഡിയുടെയും ഉൾപ്പെടെ ഒട്ടേറെ താരങ്ങളുടെ വീടുകൾ കത്തിനശിച്ചു. 70 ബില്യൻ്റെ അടുത്ത് നാശനഷ്ടങ്ങൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 1,57,000 പേർ ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ടു. യുഎസിനെ പോലെ ഇത്രയും പ്രതിരോധശേഷിയുള്ള രാജ്യം, യുഎസിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ ഈ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് ഇങ്ങനെ കാട്ടുതീ പടരാൻ കാരണം എന്താണ്? യുഎസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള പ്രദേശമാണ് യുഎസിലെ ഈ ലോസ് ആഞ്ചലസ്. അവിടെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ ചെയ്യാത്തതും ഇതിന് കാരണമായി പറയുന്നു. യുഎസിലെ വടക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ്, മാലിഫുവിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പസഫിക് പാലിസൈഡ് തുടങ്ങിയ കാട്ടുതീ ഇപ്പോൾ 34 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ലോസ് ഏഞ്ചലസിൽ കത്തിപ്പടരുന്ന കാട്ടുതീയുടെ ദൃശ്യങ്ങൾ ബഹിരാകാശത്തിൽ നിന്ന് പോലും കാണാൻ സാധിക്കുമെന്ന് റോസ്കോമസ് ബഹിരാകാശ സഞ്ചാരി അലക്സാണ്ടർ ഗോഡ്മിനോ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ലോസ് ഏഞ്ചലസിൽ പസഫിക് പാലിസൈഡ്സ്, അൽത്തഡേന, പസഡേന എന്നീ പ്രദേശങ്ങളെയാണ് കാട്ടുതീ പ്രധാനമായി ബാധിച്ചത്. ലോസ് ഏഞ്ചലസിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പ്രകൃതിക്ക് മുന്നിൽ ഏറ്റവും സമ്പന്നമായ രാജ്യം എങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ള നേർചിത്രമാണ് അവിടെ കാണുന്നത്. അതിസമ്പന്നർ അവരുടെ വീടുകൾ വിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. പ്രതികൂല കാലാവസ്ഥയിൽ കാറ്റിൻ്റെ ദിശ മാറിയുള്ള സഞ്ചാരവും തീ കത്തിപ്പടരാൻ കാരണമായിട്ടുണ്ട്. സാധാരണ കാട്ടുതീയിൽ നിന്നും വ്യത്യസ്തമായി ഇത് പല പ്രദേശങ്ങളിൽ നിന്നും വ്യാപിക്കുന്നതായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോസ് ഏഞ്ചലസിലെ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഈ കാട്ടുതീ. പകൽ പോലും അവിടെ വെളിച്ചമില്ല എന്നും റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നു. കാലിഫോർണിയയെ മൂടിക്കൊണ്ട് കത്തിപ്പടരുന്ന കാട്ടുതീ ശമിപ്പിക്കാൻ അമേരിക്ക പാടുപെടുമ്പോൾ ആളുകൾ നേരിടുന്ന വൈദ്യുതി ക്ഷാമവും ഫയർ ഹൈഡ്രേറ്റുകളുടെ വറ്റിവരണ്ടതും ഇതിന് പ്രതികൂലമായി നിൽക്കുന്നു. കൂടാതെ കാട്ടുതീയുടെ മറവിൽ കൊള്ളയും കൂടിയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. എന്നിരുന്നാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമായി 2025 ഉടലെടുത്ത ഈ തീപിടുത്തം ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി അടുത്ത തവണ കണ്ടുമുട്ടും വരെ സൈനിങ് ഓഫ് ശ്രീനിക് വ്ലോഗ്സ്.